എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള SSC ST സ്പോട്ട് അലോട്ട്മെൻറ്റിൽ സെപ്റ്റംബർ 30 നടക്കും. LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള LBS ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് കോഴ്സ് മാറ്റമോ കോളേജ് മാറ്റമോ പിന്നീട് അനുവദിക്കുന്നത് ആയിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അടുത്തുള്ള LBS ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഹാജരായി നിങ്ങളുടെ ആ ഒരു പേര് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന NOC സർട്ടിഫിക്കറ്റ് എന്നിവ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ്, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫീസ് കൂടി വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBSൻ്റെ, അതായത് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ SC ST വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതായത് SC ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് ഹാജരായി ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റർ എവിടെയാണ് എന്നുള്ളത്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഇവിടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പേജിലേക്ക് പോകാം. അപ്പോൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് ഏകദേശം, അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ജസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു പേജ് ഏത് പേജിലാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഓരോ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ 72ാമത്തെ പേജിലായിട്ടാണ് ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് തിരുവനന്തപുരത്താണ്, അതുപോലെ തന്നെ കൊല്ലം, അടൂർ, അതുപോലെ ആലപ്പുഴ, അതുപോലെ പാമ്പാടി, അതുപോലെ തന്നെ കളമശ്ശേരി, തൃശ്ശൂർ, അതുപോലെ പാലക്കാട്, മഞ്ചേരി, അതുപോലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ടോട്ടൽ 12 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. നിങ്ങളുടെ ജില്ലയിൽ, അതായത് ഇടുക്കിയിൽ ഇല്ല എന്നാണ് തോന്നുന്നത്, ഇടുക്കിയിലില്ല. അപ്പോൾ ഇടുക്കിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജില്ലയിലെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണ് ഈ ഒരു സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് എത്തിച്ചേരേണ്ടത്. അവിടെ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. SC ST വിഭാഗത്തിലുള്ള BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പോവേണ്ടത്. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് പോവേണ്ടതില്ല. കാരണം SC ST വിദ്യാർത്ഥികൾക്കുള്ള, അതായത് SC ST റിസർവേഷനിലുള്ള സീറ്റ് വേക്കൻസിയിലേക്ക് മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് SC ST അല്ലാതെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ SC ST ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഒക്ടോബർ 3 മുതൽ 5 വരെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു SC ST സ്പോട്ട് അലോട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിദ്യാർത്ഥികൾ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് കൂടി എടുത്തിട്ട് വേണം ഇതിൽ പോകാനായിട്ട്. അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പി കൂടി കയ്യിൽ കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും എടുത്ത ശേഷം നിങ്ങൾ അവിടെ അതായത് സെപ്റ്റംബർ 30 രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് എത്തിയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കി, അതായത് വിവിധ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും
അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ശേഷം ആ ഒരു റാങ്ക് ലിസ്റ്റ് വഴി നിങ്ങൾ ഓപ്ഷൻ ഏതൊക്കെ നഴ്സിംഗ് കോളേജുകളിലേക്കാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് എത്തുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 5 വരെയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ LBSൻ്റെ അതായത് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം അതിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നിശ്ചിത ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസൊക്കെ കൃത്യമായിട്ട് അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 30-ാം തീയതിയോടെ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് കോഴ്സ് അല്ലെങ്കിൽ കോളേജ് മാറ്റം അനുവദിക്കുന്നതല്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സെപ്റ്റംബർ 30-ന് രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് അടുത്തുള്ള LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏതൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കണം എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ പോയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.